ഹായ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവാണോ? ഞാൻ അത്ര വലിയ സന്തോഷമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു ഉപകാരം ചെയ്ത് വെച്ചിട്ട്, അതായത് ഒരു 10,000 രൂപയുടെ ഉപകാരം ചെയ്ത് വെച്ചിട്ട് 10 ലക്ഷത്തിൻ്റെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവർ ഇഷ്ടം പോലെ കാണും. പക്ഷെ ഞാൻ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരാളല്ല. വലത്ത് കൈ കൊണ്ട് ചെയ്താൽ ഇടത്ത് കൈ അറിയരുതെന്ന് തന്നെ വിചാരിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ അറിയാവുന്നവർക്കും ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ഉപകാരം അറിയാവുന്നവർക്കും ഒരുപാട് പേർക്കറിയാം. ഇപ്പം ഞാൻ ഈ ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ട് പോലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കാശായിട്ടാണ് കാശായിട്ട്, അതല്ല എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ അങ്ങനെയും കൊടുത്ത് ഒരുപാട് പേരെ ഞാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് സൂപ്പർ ഫുഡ് ഞാൻ ഫ്രീ ആയിട്ട് ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ട്, അവർക്കൊക്കെ അറിയാം. അത് ഞാനിതിപ്പോൾ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി പുള്ളിയുടെ പേരോ നാളോ ഇതൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ അറിയാം. ഒന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം വരത്തുള്ളൂ. അല്ലാതെ ഞാൻ ആരോടും 1 രൂപ പോലും ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കാറില്ല. അപ്പം എപ്പോഴെങ്കിലും ആ പുള്ളി ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതിന് ഈ ഫോൺ പലരല്ലേ എടുക്കുന്നത്. നമ്മളൊരു കമ്പനി ഫോൺ വെച്ച് കഴിയുമ്പം അവിടെ നമ്മൾ കുറേ ആൾക്കാരുണ്ടാകും, അവരാണ് ഫോൺ കൈകാര്യം ചെയ്യുന്നതും എടുക്കുന്നതും. എടുത്തു കഴിഞ്ഞപ്പം അവർ വേണമെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ വില മാത്രം പറഞ്ഞിട്ടുണ്ട്. 450 രൂപയുടെ സാധനമാണെങ്കിൽ അവർ 450 രൂപ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മറ്റേ ഒരാളും കൂടെ ചെക്ക് ചെയ്യുമല്ലോ. 2-3 പേര് നോക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്റ്റ് വിടുന്നതും ക്യാഷിൻ്റെ കാര്യമാണെങ്കിലും ചെക്ക് ചെയ്യും. അപ്പം ചെക്ക് ചെയ്തപ്പം 70 രൂപ കൊറിയർ ചാർജ് വന്നിട്ടില്ല എന്ന് കണ്ടപ്പം ഈ പുള്ളിയോട് വിളിച്ച് 70 രൂപ വരാനുണ്ടെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് 70 രൂപ ഇടിച്ചതിന് ശേഷമായിരിക്കും പ്രൊഡക്റ്റ് ഇട്ട് കൊടുത്തത്. അത് ആ 70 രൂപ നമുക്കുള്ളതല്ല, അത് കൊറിയർ പീസാണ്. ആ കൊറിയർ പീസ് കൊറിയർ സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഉൽപ്പന്നം അവർ കൊണ്ടുപോകത്തുള്ളൂ. അതല്ലാതെ ഞാൻ ഈ ഉൽപ്പന്നം നിങ്ങളുടെ കയ്യിൽ നിന്ന് 450 രൂപയുടെ ഒരു സാധനം തന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൊറിയർ ചാർജും കൂടെ കൊടുത്ത് വാങ്ങിക്കാനായിട്ട് ഇത് നടത്തുന്നവർക്കുള്ള ശേഷിപ്പില്ല. അത്രയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ വേണമെങ്കിൽ കൊറിയർ ചാർജ് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. അത് ഇന്നോ നാളെയോ ഒന്നും നടന്നെന്ന് വരില്ല. നമ്മുടെ ഒരു ചെറിയ സംരംഭമാണ്. അത് ഇച്ചിരി വളർന്ന് വലുതായി പച്ച പിടിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതും കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അതായത് കൊറിയർ ചാർജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പലയിടത്തും പല സ്ഥലത്താണ്. കുമിളിയിലെ കൊറിയർ പീസ് DTDCയിൽ 80 രൂപയാണ്. ആ സമയത്ത് ഞങ്ങളുടെ ഇവിടെ പട്ടണക്കാട് 70 രൂപയാണ് കൊറിയർ പീസ് മേടിക്കുന്നത്. ആ പീസ് മേടിച്ചതിന് പുള്ളി വന്നിട്ട് പറയണം, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 70 രൂപ മേടിച്ചു, ഞാൻ നിങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെയും കീഴെ വന്നിട്ട് നിങ്ങൾ 70 രൂപ എന്നെ കളിപ്പിച്ച് മേടിച്ചു, നിങ്ങൾ ആ കാശ് ഇട്ട് തരുന്നോടം വരെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങേർക്ക് മറുപടിയും കൊടുത്തു, ഞാൻ ഏത് രീതിയിലാണ് നിങ്ങളുടെ 70 രൂപ മേടിച്ച് അതെന്നെ ബോധ്യപ്പെടുത്തുക. അതല്ല നിങ്ങൾക്ക് 70 രൂപയുടെ ആവശ്യമെങ്കിൽ ആ 70 രൂപ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാമെന്ന് വരെ പറഞ്ഞിട്ട് പുള്ളി ഒരു മറുപടിയും കൊണ്ടും വന്നിട്ടില്ല. ഇനി നിങ്ങളെ ഞാൻ നാറ്റിക്കും, നിങ്ങൾ എന്നെ തെറി പറ സോഷ്യൽ മീഡിയ വന്നിരുന്ന് തെറി പറയുന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രോത്സാഹനം. എനിക്കിതൊന്നും കേട്ട് കഴിഞ്ഞാൽ കുലുങ്ങുന്ന ഒരാളല്ല ഞാൻ. എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നെങ്കിലല്ലേ നമ്മളത് വിഷമിക്കേണ്ട കാര്യമുള്ളൂ. ഈ ആഴ്ചയിൽ ഞാൻ ഒരു പ്രോട്ടീൻ പൗഡറും, അതായത് ഒരു അമ്മച്ചി സ്പെഷ്യൽ കാച്ചെണ്ണയും ഇന്നലെയും കൂടെ ഫ്രീ വിട്ട ഒരാളാണ് കൊല്ലത്തിന്. അത് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് താനും. പിന്നെ ഈ ആഴ്ചയിൽ അവസാനം ശനിയാഴ്ച നമ്മൾ കണക്ക് നോക്കിയിട്ട് എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ ഒരു അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അവർക്കാണ് ഈ ആഴ്ച ഞാൻ പൈസ കൊടുക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ കിടത്തി പൊറപ്പിക്കൽ, പിന്നെ എങ്ങനെ നാട്ടിലുള്ളവരാരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരും? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഓരോരുത്തർക്കും എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് പരാതിയോ പരിഭവോ ഒന്നുമില്ല. ആ മനുഷ്യൻ്റെ അറിവുകേട് അല്ലെങ്കിൽ ഇതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ആ പുള്ളിക്ക് ഇപ്പം 70 രൂപ വേണോ തിരിച്ച്? ഞാനത് ഫ്രീ ആയിട്ട് അങ്ങേർക്ക് കൊടുക്കാൻ തയ്യാറാ. അത് വന്ന് ചോദിക്കട്ടെ, ചേച്ചി ഇത് ഇന്നത് പോണക്ക് പറ്റിയതാന്ന് പറയട്ടെ. അല്ല എന്നെ ചേച്ചിന്ന് വിളിക്കണ്ട, രജനി ചെയ്തത് ഇന്ന തെറ്റാണെന്ന് പറയട്ടെ. അല്ലാതെ ചുമ്മാ വീഡിയോ ഇട്ട് എൻ്റെ കീഴയിലോട്ട് വന്നിട്ട് ഞാൻ ഇന്നത് പോണക്ക് നിങ്ങൾ തെറി വിളിക്കും, നിങ്ങൾ തെറി പറ, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഇതൊക്കെയാണ് ഒരു മര്യാദ? അന്തസ്സും അഭിമാനമുള്ളവർ പറയുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? നിങ്ങളുടെ കയ്യിൽ നിന്ന് 70 രൂപ കൊണ്ട് ഞാൻ വലിയവളാകുന്നുണ്ടോ? 70 രൂപ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ പറച്ചിൽ. അതെന്താണ് നിങ്ങൾ കാരണ സഹിതം വന്ന് പറയുക, 70 രൂപ തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം എങ്ങനെയാണ് നിങ്ങളുടെ 70 രൂപ മേടിച്ചത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറോ ഫോൺ പേ നമ്പറോ ഇട്ടതാ, ഞാൻ നിങ്ങൾക്ക് 100 രൂപ ഇട്ട് തന്നേക്കാം. അതും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയും ഇതുമായിട്ട് കൂട്ടി കുഴയ്ക്കണ്ട. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു.
വെറ്റിലയിൽ 3 കാര്യങ്ങൾ എഴുതി വാഴയുടെ പോളയ്ക്കകത്ത് വെക്കണം എന്ന് പറഞ്ഞു. അതിന് ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വാഴയില്ല, വിദേശത്തുള്ളവരും ഇത് തന്നെയാണ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ചേച്ചി, അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ? ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം നിങ്ങൾ ഇതുപോലെ ഒരു ബോട്ടിലെടുക്കുക, ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലൈവർ പോണക്കത്തെ ബോട്ടിലോ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നിറച്ച് വെള്ളം ഒഴിക്കുക. നിറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഈ ഭാഗം വരെ തുളുമ്പി പോകണ്ട, വെള്ളം ഒഴിച്ച് വെച്ച് കണ്ടിട്ട് ആ വെള്ളം അവിടെ മാറ്റി വയ്ക്കുക. എന്ന് വെച്ചിട്ട് വെറ്റിലയ്ക്ക് പകരം നിങ്ങൾക്ക് അവിടെ പുറത്തോട്ടൊന്നും വെറ്റിലയും കിട്ടാനില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. അപ്പം വെറ്റില കിട്ടാത്തവരും വിഷമിക്കേണ്ട, വാഴയില്ലാത്തവരും വിഷമിക്കേണ്ട. ഇതുപോലൊരു പേപ്പർ, വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്ന് വെച്ചിട്ട് ഒരു പച്ച മഷി എടുക്കുക. എന്നിട്ട് ഞാനത് പറഞ്ഞിരുന്നു 3 ആവശ്യം എഴുതണമെന്നാണ് പറഞ്ഞത്, 3 ആവശ്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേണ്ട ഇവിടെ ഇങ്ങനെ ആദ്യത്തെ ഒരാവശ്യം എഴുതി, അതിൻ്റെ തൊട്ട് താഴെ ഒരാവശ്യം എഴുതി, അതിൻ്റെ തൊട്ട് അങ്ങനെ 3 ആവശ്യം എഴുതുക. ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, പച്ച മഷി കൊണ്ടേ എഴുതാവുള്ളൂ. എന്നുവെച്ചിട്ട് ഇതേ ഇങ്ങനെ ചുരുട്ടുക. ചുരുട്ടിയിട്ട് ഈ വെള്ളമില്ലേ നിറഞ്ഞു നിൽക്കുന്ന വാഴ എന്നതാ, വാഴയിൽ ഏറ്റവും അധികം വെള്ളമയമാണ് ഉള്ളത്, വെള്ളം നിറഞ്ഞു നിൽക്കുന്നതാണ് വാഴയിൽ. അപ്പം എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇതേണ്ടേ ഇങ്ങനെ ഇട്ടേക്കുക. അങ്ങനെ 21 ദിവസം ഇത് വാഴപ്പോളയിലാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, വെറ്റില ഒരു പ്രാവശ്യം എഴുതിയിട്ട് വാഴപ്പോളയിൽ വെച്ചാൽ മതി. 21 ദിവസം അവിടെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടിരുന്ന് ചീഞ്ഞു പൊക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഈ പേപ്പർ ചുരുട്ടിയിടുമ്പം 21 ദിവസവും നിങ്ങളൊരു സമയം കറക്റ്റ് ചെയ്യുക. അതായത് രാവിലെ 5:30-ക്കും വൈകിട്ട് നിങ്ങൾ കിടക്കുന്ന സമയത്തിന്, അതായത് വൈകിട്ട് 11:30-ക്കുള്ളിലും രാവിലെ 5:30-ക്കും രാത്രി 11:30 വരെ സമയമുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഈ ഒരേ കാര്യം തന്നെ ആയിരിക്കണം നിങ്ങൾ എഴുതിയിടേണ്ടത്. നമ്മൾ ആദ്യമേ 3 കാര്യം എഴുതിയില്ല, ആ 3 കാര്യം തന്നെ വേണം ഈ 21 ദിവസവും നിങ്ങൾ ഈ വെള്ളത്തിൽ എഴുതിയിടാനായിട്ട്. നിങ്ങൾ ഈ എഴുതിയിടുന്ന ഫസ്റ്റിലത്തെ ഡേറ്റ് നിങ്ങൾ ഏതെങ്കിലും കാലണ്ടറിലോ ഡയറിയിലോ എഴുതി വെക്കണം. അപ്പം അടുത്ത വർഷം ആ ഡേറ്റ് വരുമ്പോൾ, ഇന്നിപ്പം മെയ് 8 അല്ലേ, ഏപ്രിൽ, ഇന്ന് മെയ് 8, അടുത്ത മെയ് 8-നുള്ളിൽ നിങ്ങൾ ഈ എഴുതിയിടുന്ന 3 കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. അത് ഉറപ്പാണ്. അത് ഞാൻ പറഞ്ഞിരുന്ന കാര്യം. ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വിഷുവിന് ഒരു വീട് പണി ഇല്ലാത്തവരെ നിങ്ങളൊരു 3 കാര്യം ആലോചിച്ചിട്ട് ഒരു കാര്യം ഓർത്തൊരു കോയിൻ എടുത്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വീട് മേടിക്കാനും സ്ഥലം മേടിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. ഹൗസ് വാമിങ്ങിനൊക്കെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിരുന്നു. അതുപോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഇന്നൊരു ടെൻഷനോട് കൂടിയൊക്കെ ഇരുന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും ഇല്ലേ? ടെൻഷനൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തപ്പം പോയി കേട്ടോ. അപ്പം ഇങ്ങനെ 21 ദിവസം കഴിഞ്ഞിട്ട് ഈ വെള്ളം കഴിവതും, നിങ്ങൾക്ക് വാഴയില്ലെന്നറിയാം എങ്കിലും ഏതെങ്കിലും ദൂരെയെങ്കിലും എവിടെ ഒരു വാഴയുണ്ട്, ആ വാഴച്ചൂട്ടിലോട്ട് കൊണ്ട് ഒഴിച്ച് കളഞ്ഞേക്കണം. ഇല്ല എങ്കിൽ നമ്മൾ ചവിട്ടി നടക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തോ തുളസിത്തറയിലോ തെങ്ങിൻ്റെ ചുവട്ടിലോ നിങ്ങൾ കൊണ്ടൊഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.